സ്കോക്ക് ശ്രീനിവാസൻ ദ ലെജൻഡ്. അദ്ദേഹം ഓർമ്മയായതിനു ശേഷം, നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞതിന് ശേഷം ധാരാളമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഡിസ്കഷൻസ്, ഓർമ്മ പോസ്റ്റുകൾ, എല്ലാ സെലിബ്രിറ്റീസും അദ്ദേഹമായിട്ട് നോക്കിയിട്ടുള്ള അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലാകമാനമുള്ള പല ആളുകളും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഹൗ പ്രഷ്യസ് ഹി വാസ്. കാരണം അദ്ദേഹം ഇവിടെ കേരളം എന്ന 8ാം വട്ടത്തിൽ മാത്രം സിനിമ കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച ആളല്ല. അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഒരു യൂണിവേഴ്സാലിറ്റി ഉണ്ട്. അത് ഇന്ത്യയിൽ എന്നല്ല, ലോകത്ത് എവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള തിരക്കഥകൾ, അതിൻ്റെ കാലാതീതമായിട്ടുള്ള അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂം എല്ലാം സിനിമ എന്ന നിലയ്ക്ക്. അപ്പോൾ അദ്ദേഹം ഒരു എഴുത്തുകാരൻ, ഒരു തിരക്കഥാകൃത്ത്, സംവിധായകൻ, നടൻ. ഇതിൽ തിരക്കഥാകൃത്ത് എന്ന നിലയ്ക്ക് അൾട്ടിമേറ്റ് ലെജൻഡ്. അതായത് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളത്തിലെ 5 തിരക്കഥാകൃത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 MT, 2 പത്മരാജൻ, 3 ലോഹിതദാസ്, 4 ശ്രീനിവാസൻ, 5 രഞ്ജിത്ത്. ഇതാണ് എൻ്റെ ലിസ്റ്റ്. അപ്പോൾ ഇദ്ദേഹം തിരക്കഥാകൃത്ത് എന്ന നിലയ്ക്ക് ഇദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള സിനിമകൾ, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സീൻ എടുത്തു കഴിഞ്ഞാലും അതിന് ഭയങ്കരമായ ഒരു വാല്യൂ ഉണ്ട്. നിങ്ങൾ ചുമ്മാ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത്, ഇപ്പോൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ റീൽസോ യൂട്യൂബിലോ എവിടെയെങ്കിലും ഒരു സീന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എവ്രി സീൻസ് എല്ലാത്തിനും അതിൻ്റെ വാല്യൂ ഉണ്ട്. ഒന്നും കളയാനില്ല അതിനകത്ത്. മാത്രമല്ല മറ്റൊരു കാര്യം എന്താണ്, എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്ന് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഏത് സീനിൽ ഏത് പോയിന്റിൽ നമ്മൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാലും അത് പിന്നെ മുഴുവൻ അവസാനം വരെ കാണാൻ തോന്നും. അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള മാജിക്കുള്ള, അതായത് ഒരു അതിനകത്തുള്ള മാജിക്കാണത്. പിന്നെ റിപ്പീറ്റ് വാല്യൂ. ഇപ്പോൾ നിങ്ങൾ നാടോടിക്കാറ്റ് എത്ര വട്ടം കണ്ടിട്ടുണ്ടാവും? സിനിമ മുഴുവൻ കണ്ടിട്ടില്ലെങ്കിൽ അതിൽ ഏതെങ്കിലും നാടോടിക്കാറ്റിലൊരു സീന് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാതെ പോകാൻ പറ്റും. അതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ 90% സിനിമകളും. അവസാനം കാലഘട്ടമായപ്പോഴേക്കും കുറച്ച് സിനിമകളിൽ റൈറ്റിങ്ങിൽ കുറച്ച് ഇത് വന്നിട്ടുണ്ട്. അതൊരു ട്രാൻസിഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയാം. അതായത് ഏതൊരു റൈറ്റർക്കും ഏതൊരു ക്രിയേറ്റർക്കും വരാവുന്ന കാര്യമുള്ളൂ. പക്ഷേ അതല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പ്രൈം ടൈം എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം കുറച്ച് സിനിമ എഴുതുമ്പോഴത്തേക്ക് ആളുകൾ സ്റ്റോക്ക് ഔട്ടായി പോവാം, പിന്നെ ഇങ്ങനെ സ്റ്റക്കായി പോവാം. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇദ്ദേഹം ചെയ്ത ചില സിനിമകൾ, കുറച്ച് സിനിമകളുടെ ലിസ്റ്റ് ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സിനിമ തന്നെയാണ്. എന്നാൽ അതിലെ വേഴ്സറ്റാലിറ്റി, അദ്ദേഹം കൊടുത്തിട്ടുള്ള ഇമോഷൻസ്, അതിലുള്ള ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ മീനിങ്ങും സ്ലാപ്സ്റ്റിക്കും മറ്റേ പഴത്തൊലി ചവിട്ടി വീഴുന്ന ചാണാക്കുണ്ടിൽ വീഴുന്നതും അതുപോലെ തന്നെ സെക്ഷൽ കൊണോട്ടേഷൻസുള്ള ജോക്സ് അടിക്കലും പരിപാടിയൊന്നുമില്ല. ഒരു റിയൽ ലൈഫ് ആ ക്യാരക്ടറിൻ്റെ പിന്നെ ആ അവസ്ഥകൾ കൊണ്ടുണ്ടാവുന്ന ബ്ലാക്ക് ഹ്യൂമർ എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലാക്ക് എന്നല്ല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സാധാരണയായിട്ട് ഡാർക്ക് ഹ്യൂമർ എന്നപ്പോൾ ഈയിടെയായിട്ട് പറയുന്നത്, പൊളിറ്റിക്കലി കറക്റ്റായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ സെൽഫ് ട്രോൾ, ഇദ്ദേഹത്തെ തന്നെ അദ്ദേഹം ഒരു ട്രോൾ മെറ്റീരിയലായിട്ട് മാറ്റിയിട്ട് അതുവഴി കുറേ ആളുകൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന കഥാപാത്രം. അതിനൊക്കെ അപ്പുറത്തേക്ക് സെറ്റിലായിട്ടുള്ള ഭയങ്കര ഹ്യൂമൻ ഇമോഷൻസ് ഉണ്ട്. അത് എല്ലാ ഹ്യൂമൻ ഇമോഷൻസും, പ്രണയം, അതുപോലെ തന്നെ പിന്നെ വേദന. ഇപ്പം നാടോടിക്കാരിൽ ഒരു ചെറിയൊരു വിശേഷമുണ്ട്, എൻ്റെ അമ്മ മരിച്ചു എന്ന് ഏട്ടൻ പറഞ്ഞ ആ സീനിൽ അത് എന്താണ്, അതിലും ഗംഭീരമായിട്ട്, അതിലും ഇൻറ്റൻസ് ആയിട്ട് ഒരാൾക്ക് എങ്ങനെയാണ് ഒരു സീന് അതിലെ ഡയലോഗ് എഴുതി വെക്കാൻ പറ്റുമോ? ഇപ്പോൾ മിഥുനം എന്ന് പറഞ്ഞ സിനിമയിൽ, എല്ലാ സിനിമയിലും ഇപ്പം മിഥുനത്തിൽ ഇപ്പോൾ കോമഡി ഹ്യൂമർ ഏരിയ പറയുകയാണെങ്കിൽ നിർത്താൻ പറ്റില്ല. ഐക്കോണിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇപ്പം മമ്മൂക്കയുടെ തന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ശ്രീധരൻ്റെ 1-ാം തിരുമുഖം. അതായത് അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മമ്മൂക്കയെ ഞാൻ അങ്ങനെ വേറെ കണ്ടിട്ടില്ല. ഫ്ലെക്സിബിൾ ഇൻ ദ സെൻസ്, അതായത് ഇങ്ങനെ ശ്രീനിവാസൻ്റെ കൂടെ ഇങ്ങനെ പോവില്ലേ. ഇപ്പോൾ ഗോളാന്തര വാർത്ത, അപ്പോൾ ശ്രീനിവാസൻ്റെ കൂടെ എത്തുമ്പോഴേക്കും മമ്മൂക്കയ്ക്ക് വരുന്നൊരു ഭയങ്കരമായിട്ടുള്ള ട്രാൻസിഷൻ ഉണ്ട്. ഇപ്പോൾ മഴയത്ത് മുൻപ് എഴുതിയത് ശ്രീനിവാസനാണ്, പിന്നെ അഴകിയ രാവൺ എഴുതിയത് ശ്രീനിവാസനാണ്. അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ റേഞ്ച് മനസ്സിലാക്കണം. മമ്മൂക്കയുടെ സിനിമകൾ മാത്രം വെച്ച് പറയാം. കാരണം ലാലേട്ടൻ്റെ പറയാനാണെങ്കിൽ കടൽ പോലെ ഉണ്ട് ലാലേട്ടനും ശ്രീനിവാസനായിട്ടുള്ളത്. അപ്പോൾ പിന്നെ കഥ പറയുമ്പോൾ അതിൽ ലാസ്റ്റ് മമ്മൂക്കി കൊടുത്തുള്ള സീന്, അപ്പോൾ അത് ബാർബർ ബാലനുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്. അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പോൾ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ ലാലേട്ടൻ്റെ കൂടെ ഒരു സീനിൽ പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറപ്പാടല്ല. ഇപ്പം നമ്മൾ പറയുന്നത് ഇപ്പോൾ കിലുക്കത്തിലെ ജഗതി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മുകേഷ്, പ്രിയദർശൻ ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ എൻ്റെ ഒപ്പീനിയനിൽ ഏറ്റവും ഗംഭീരമായിട്ട്, അതായത്
അത്രയും കിടിലൻ ടൈമിംഗ് ഉള്ള നാച്ചുറൽ ആക്ടറായിട്ടുള്ള അത്രയും റിഫ്ലെക്സ് ഉള്ള പിന്നെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ടാകുന്ന ഒരു സീനിനകത്ത് പെർഫോം ചെയ്ത്, അതായത് എഴുതി വെച്ചതിന് അപ്പുറത്ത് പെർഫോം ചെയ്ത നടന്മാരാണല്ലോ ലാലേട്ടനൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ജഗതി മുകേഷ് ശ്രീനിവാസൻ ഇദ്ദേഹം പവർ ആക്ടറാണ്. ഇദ്ദേഹം ആക്ടർ എന്ന നിലയ്ക്ക് അണ്ടർ റേറ്റഡ് എന്ന വാക്കൊന്നും ഇതുപോലത്തെ ലെജൻഡിനെ കുറിച്ച് ഉപയോഗിക്കാൻ പാടില്ല. എന്നാലും ഞാൻ പറയുകയാണ് ഫോർ ദ സേക്ക് ഓഫ് സെയിങ് ദാറ്റ്. അതായത് അപാരമായ ആക്ടർ. അതായത് ലാലേട്ടനെ കാണിക്കുന്ന അത്രയും, അതായത് ആ ന്യൂവാൻസസ്, അത്രയും സറ്റിലായിട്ടുള്ള ഹ്യൂമൻ ഇമോഷൻസ്, അതായത് ചമ്മൽ, പിടിക്കപ്പെടുമ്പോഴുള്ള, ഇപ്പം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ ഇദ്ദേഹം കള്ളനായിട്ട് വന്നിട്ട് ഇദ്ദേഹത്തെ പിടിക്കുമ്പോഴുള്ളൊരു ചിരിയുണ്ട്. അങ്ങനെ കുറേ ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഐക്കോണിക് ആയിട്ടുള്ള മീംസ് പലതും. പിന്നെ ഇദ്ദേഹം എഴുതി വെച്ചിട്ട് ക്യാരക്ടേഴ്സ് ഇപ്പം ഗോളാന്തര വാർത്തയിലുള്ള മറ്റേ ദാസൻ ചട്ടമ്പി, ഇപ്പം കീലേരി അച്ചു ഇദ്ദേഹം എഴുതിയതാ കൺകെട്ടിനകത്ത്. അങ്ങനെ എത്ര സിനിമകൾ, ചമ്പക്കുളം തച്ചം പോലുള്ള സിനിമകൾ ഇത് എഴുതിയിട്ടുള്ളതാണ്. പിന്നെ ഓർഡർ തമ്മ ആളറിയാൻ മുതൽ ഇങ്ങോട്ട് അതായത് 1980s പകുതി മുതൽ ഇങ്ങോട്ട് 90s 2000 കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് 2010 ശേഷമാണ് ഇദ്ദേഹം അധിക സിനിമകൾ എഴുതാതെ ആയിട്ടുള്ളത്. അപ്പോൾ ആക്ടർ എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭീകര ആക്ടർ, കൊട്ടൂർ ആക്ടർ. കാരണം ഇദ്ദേഹം ഇപ്പോൾ മറ്റ് സിനിമകൾ നോക്കുക, ഇപ്പം തേന്മാവൻ കൊമ്പത്തിൽ അപ്പക്കാള അല്ലെങ്കിൽ കാലാപ്പാനിയിലുള്ള ആ ഒരു ക്യാരക്ടർ, അതിൽ അവസാനമാകുമ്പോഴത്തേക്ക് അദ്ദേഹം ട്രൊമാറ്റിക്കായിട്ട് അതായത് ഒരു വെപ്രാളവും ചിരിയിലും വന്നിട്ടുള്ള സാധനമുണ്ട്. കാലാപ്പാനി നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ പ്രിയദർശൻ സിനിമ. അപ്പോൾ അതൊന്നും സാധാരണമായ നടിപ്പല്ല, അപ്പോൾ ഒരു സാധനം. ആക്ടർ എന്ന നിലയ്ക്ക് തന്നെ ഇദ്ദേഹം അൾട്ടിമേറ്റ് ലെജൻഡാണ്. അതോടൊപ്പം ആണ് റൈറ്ററും ഡയറക്ടറും. 2 സിനിമയെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ, വടക്കം കേന്ദ്രവും ചിന്താവിഷ്ട ശ്യാമളയും. എമ്മാതിരി സാധനം വടക്ക് നോക്കിയത് എന്തതിൽ ഒരു ഗ്ലാസ് ബ്രാൻഡി എന്ന് പറയുന്നത്. ഞാൻ ആ സീനൊക്കെ ഉണ്ടല്ലോ എൻ്റെ ലൈഫിൽ എത്ര വട്ടം കണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. അത് നിർത്താൻ പറ്റൂലെന്നേ. വെറുതെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ചുമ്മാ ഒരു സീനൊക്കെ കാണോ, പിന്നെ നിർത്താൻ പറ്റൂല. ചിലപ്പോൾ നേരെ പോയിട്ട് പടം വരെ കണ്ടിട്ടുണ്ടാവും വീണ്ടും. വെള്ളടിക്കുക ഒരു ഗ്ലാസ് ബ്രാൻഡി എന്ന് പറഞ്ഞിട്ട്. അമ്മീ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ പോലെ ആളുടെ ഉള്ളൊരു ലെജൻഡൊന്നും ഇനി നമ്മുടെ മലയാളത്തിലല്ലേ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ വൺ ആൻഡ് ഓൺലി പീസ് എന്ന് പറയില്ല, അതാണ് ശ്രീനിവാസൻ. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ ഇപ്പം TP ബാലഗോപാലൻ എമ്മയ്ക്കകത്ത് ലാലേട്ടന് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പം ഒരേ സമയം കലാമൂല്യമുള്ള സിനിമകളും അതേസമയം അതിഭീകര എൻ്റർടൈൻമെൻറ്റ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഭീകരം. അപ്പം അങ്ങനെ എഴുതി വന്നിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ പരിപാടികൾ. പിന്നെ ഇപ്പോൾ ചന്ദ്രലേഖ പോലെ സിനിമകൾ ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ഇപ്പം 100 എന്ന് പറയുന്ന കഥാപാത്രം. ഇദ്ദേഹം ജ്യൂസ് അടിക്കാരനാണ്. പെട്ടെന്ന് ഇദ്ദേഹം ഇന്ന് പറയാ ജ്യൂസിൽ മറ്റേ അതുപോലെ നന്നാറി പോലെ ഇത് നാരങ്ങ വീട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ്, അതായത് ഇപ്പം നമ്മുടെ ജനറേഷനായി കഴിഞ്ഞാലും ഇനി വരാൻ പോകുന്ന ജനറേഷനായി കഴിഞ്ഞാലും ഇപ്പം നേരത്തെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ജനറേഷനായി കഴിഞ്ഞാലും ആർക്കും ശ്രീനിവാസൻ ഇല്ലാതെ കടന്നു പോകാൻ പറ്റില്ല. ഇപ്പം മലയാളത്തിൽ പണ്ടേ പറയുന്ന ഒരു ആർക്കായിക്കട ഒരു ക്ലീഷ്യ സാധനമാണ്. യേശുദാസിൻ്റെ ഒരു പാട്ട് കേൾക്കാതെ മലയാളിക്ക് ഒരു ദിവസം കടന്നു പോകാൻ പറ്റില്ല. അതുപോലെ ശ്രീനിവാസൻ്റെ ഒരു സിനിമയിലെ മീമോ ഒരു ഡയലോഗോ ഒരു സീനോ എന്തെങ്കിലും നമ്മൾ റിയൽ സംസാരിക്കുന്ന കാര്യമോ ഇല്ലാതെ മലയാളിക്ക് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് കാലാതീതമാണ്. അത് ഇപ്പോഴും ഒന്നും അവസാനിക്കുന്ന കാര്യമില്ല. ലോകമുള്ളിടത്തോളം കാലം മലയാളികളുള്ളിടത്തോളം കാലം നിലനിൽക്കും. കാരണം അതാണ് അദ്ദേഹത്തിന് യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്ന സാധനം. അത് എത്ര തലമുറ മാറിക്കഴിഞ്ഞാലും അത് പ്യുവറായിരിക്കും. അതങ്ങനെ, കാരണം എന്താ വെച്ചാൽ പ്യുവർ ആർട്ട് ഫോം. അതങ്ങനെയാണ് അദ്ദേഹം പ്യുവർ റൈറ്റിംഗ്. അത് അദ്ദേഹത്തിൻ്റെ ഭീകരമായ ജീനിയസ് ആയതുകൊണ്ടാണ്. അതിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന സാറ്റയർ ആയി കഴിഞ്ഞാലും സർക്കാസ് ആയി കഴിഞ്ഞാലും അദ്ദേഹം ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഡാർക്ക് ഹ്യൂമർ ആയി കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ ഹ്യൂമൻ ഇമോഷൻസിനെ ഭയങ്കരമായി ഇവോക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങനെ അണ്ടർലൈങ് ആയിട്ട്. അതായത് ഇതിങ്ങനെ സ്പൂൺ ഫീഡിങ് അല്ല, അത് ചെറിയൊരു സീനാണ്. പിന്നീട് ആലോചിക്കുന്ന സമയത്ത് നമ്മളൊരു വേറെ പെർസ്പെക്റ്റീവിൽ ആലോചിക്കുന്ന സമയത്താണ് അന്ന് ആ കഥാപാത്രം അനുഭവിച്ച മാനസിക വിഷമം അന്ന് നമ്മൾ ചിരിച്ച സാധനമായിരിക്കും. അതിങ്ങനെ കുറേ ഡീകോഡ് ചെയ്തിട്ടും നമ്മൾ വീണ്ടും കണ്ടിട്ടും പല പെർസ്പെക്റ്റീവിൽ വായിച്ചിട്ടും ഡീകൺസ്ട്രക്ട് ചെയ്തിട്ടൊക്കെ തന്നെ ഇപ്പോഴും നമ്മൾ അപ്പോൾ അതുപോലത്തെ കട്ടലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്ന സാധനം എന്ന് പറയുന്നത്. പിന്നെ വടക്കു നോക്കേന്ദ്രം പറഞ്ഞ പോലത്തെ ചിന്താവിഷ്ട ശ്യാമള. അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഇനി കുറേ സിനിമകളുണ്ട്. ഇപ്പോഴേ ധാരാളമായിട്ട് ഒരു സിനിമയുടെ 2, 3 ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ സീക്വൽസായിട്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ 3 ഭാഗവും ഒരുപോലെ സാറ്റിസ്ഫാക്ഷൻ നൽകിയിട്ടുള്ള സിനിമകൾ.
നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, അക്കരെ 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 3 എഴുതിയിട്ടുള്ള ശ്രീനിവാസനാണ്. ഡയറക്ടേഴ്സ് മാറിയിട്ടുണ്ടെങ്കിലും. അപ്പോൾ അതാലോചിച്ച് നോക്കി, നാടോടിക്കാറ്റ് ദ ബെസ്റ്റ്. എന്നാലും പിന്നെ പട്ടണപ്രവേശം, അക്കരെ 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 ഒരു രക്ഷയില്ല. നിങ്ങളെല്ലാവരും കണ്ടതല്ലേ എന്തൊക്കെ പരിപാടിയാണ് അതിൻ്റെ അകത്ത്. അയ്യോ, അക്കരയിലൊക്കെ നന്ദി വീണ്ടും വരിക എന്ന് പറയുന്ന സിനിമയുണ്ട്. അത് ഞാൻ പണ്ടേ ടി വിയിൽ കണ്ടിട്ടുള്ളതാണ്. മമ്മൂക്ക് ഒരു പേടിത്തൊണ്ടനായിട്ടുള്ള ഒരു പോലീസനായിട്ട് ഒരു എസ് ഐ കണ്ടായിട്ട്. അപ്പം അങ്ങനത്തെ കഥാപാത്രങ്ങൾ മമ്മൂക്ക് കൊടുത്തിട്ടുണ്ട് ശ്രീനിവാസൻ കുറേ. പിന്നെ സന്മനസ്സുള്ളൊരു സമാധാനം, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, ഇതിലൊക്കെയുള്ള കഥാപാത്രങ്ങളും സീൻസ്, ഇദ്ദേഹം തന്നെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ എന്തോരം കിടക്കുന്ന, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, സ്ലാപ്സ്റ്റിക്കിൻ്റെ ഏറും കളി, അതോടൊപ്പം തന്നെ അൾട്ടിമേറ്റ് ലെവൽ സാധനം. ഫ്രം വാഷിംഗ്ടൺ DC ടു മിയാമി ബീച്ച് പറഞ്ഞ ഐക്കോണിക് സാധനങ്ങൾ പറഞ്ഞാലും തീരൂല. ഇദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കണം, ഒരു മണിക്കൂർ സംസാരിച്ചാലും പിന്നെയും ബാക്കിയായിരിക്കും സംസാരിക്കാൻ. അങ്ങനെ ഇത് എഴുതി വന്നിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന് നേരിട്ടുള്ള വിമർശനങ്ങൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള സിനിമകൾ എഴുതി സന്ദേശമാണ് അത് എപ്പോഴും എടുത്തു പറയുന്നത്. അത് രാഷ്ട്രീയം എല്ലാം മോശമാണെന്ന രീതിയിൽ ചിത്രീകരിച്ചു. പക്ഷേ അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് പൊളിറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏച്ചാതി പടം, അതായത് 10 out of 10 അതാണ് സന്ദേശം. പിന്നെ തലയണ മന്ത്രം ഇതുപോലെ തന്നെ മിസോജിനി ഉണ്ട് എന്ന രീതിക്കൊക്കെ വരുന്ന വിമർശനം ഉണ്ടായിട്ടുണ്ട്. വരവേൽപ്പിൽ ഇതുപോലെ തന്നെ ഈ തൊഴിലാളി സംഘടനകൾക്കെതിരെയൊക്കെ അദ്ദേഹം എഴുതി എന്ന രീതിയിൽ വിമർശനങ്ങൾ. പക്ഷെ അതൊന്നും ഒരു മാറ്ററേ ഇല്ല. വെള്ളാങ്ങളുടെ നാട്, പിന്നെ അതുപോലെ തന്നെ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നിട്ട് ഭയങ്കര ഇമോഷൻസ്. ആ സമയത്ത് ജയറാമൊക്കെ അനുഭവിക്കുന്ന വീർപ്പുമുട്ടൽ, നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വീർപ്പുമുട്ടൽ എന്ത് ഗംഭീരമായിട്ട് അത് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക സാഗർ കോട്ടപ്പുറം അയാൾ കഥ എഴുതുകയാണ്. അതിൽ ആ ക്യാരക്ടർ സാഗർ കോട്ടപ്പുറമൊക്കെ ലാലേട്ടനെ തന്നെ കരിയറിലെ എണ്ണം പറഞ്ഞ ക്യാരക്ടേഴ്സിലൊന്ന്. ഇതൊക്കെ എഴുതിയിട്ടുള്ളത് ശ്രീനിവാസനാണ്. പിന്നെ ഓഫ് കോഴ്സ് ഉദയനാണ് താരമൊക്കെ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ശ്രീനിവാസൻ സാറിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാനൊരു പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ച ഇദ്ദേഹമായിരിക്കും. ആ ഇൻസിഡൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദയനാണ് താരം റിലീസിൻ്റെ ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ പയ്യോളി, എൻ്റെ അമ്മേൻ്റെ വീട് പയ്യോളി. അപ്പോൾ ഞാൻ പയ്യോളി പെട്രോൾ ബങ്കിൽ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ പോയപ്പോൾ ഒരു സെന്നാണെന്നാണ് എൻ്റെ ഓർമ്മ, വന്നിട്ട് അവിടെ നിർത്തി. അതിലാരുമില്ല, ഇദ്ദേഹം ഡ്രൈവർ മാത്രം. അപ്പോൾ ഇദ്ദേഹത്തിന് പുറത്തിറങ്ങേണ്ട കാര്യമില്ല. ഇദ്ദേഹം കൂളിംഗ് ഒട്ടിച്ചിട്ടും അങ്ങനെ ലക്ഷറിയിലൊന്നുമല്ല, സാധാരണ ഒരു ടീഷർട്ട് ഇട്ടത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഡ്രസ് കോഡ്, ടീഷർട്ടും ഒരു ജീൻസോ പാൻസോ. എന്നിട്ട് ഇദ്ദേഹം പുറത്തിറങ്ങി. അപ്പോൾ ആ പമ്പിൽ ആരുമില്ല. അന്ന് പെട്രോൾ പമ്പിൽ തിരക്കൊന്നുമില്ല, അങ്ങനെ എണ്ണ അടിക്കുന്ന ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം ഇറങ്ങി. അപ്പോൾ ഞാൻ ഹോസ്റ്റൊക്കെ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ ഒരു സിനിമ നടനെ അടുത്ത് കാണുന്നത്, ഇത്ര അടുത്ത്. മറ്റേ നമ്മൾ സ്റ്റേജിൽ അവിടെ കണ്ടതല്ലാതെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഷെയ്ക്കേണ്ട കൊടുത്തു. അദ്ദേഹം ഷെയ്ക്കേണ്ട തന്നു. അദ്ദേഹത്തിൻ്റെ ആ ടച്ച് എനിക്ക് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഷെയ്ക്കേണ്ടി തന്നു. അപ്പോൾ ഞാനന്ന് സ്ഥിരമായിട്ട് ബാബർ ഷോപ്പിൽ പോയിട്ട് വായിക്കുന്ന സിനിമ റിലീസും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ സാർ ഉദയനാണ് താരം എപ്പോഴാണ്? അപ്പോൾ പറഞ്ഞു ഇന്ന ദിവസം റിലീസുണ്ട്. അപ്പം അദ്ദേഹം കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവാം. അപ്പം അന്ന് ഇതൊന്നുമില്ല, ഓണം ഇതൊന്നുമില്ല, സെൽഫിയും പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ശ്രീനിവാസൻ സാറിന്, ഒരു തവണയേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതും ഒരു മെമ്മറിയാണ്. പിന്നെ അറിയാലോ, നമുക്ക് ഇത്രയും നമ്മൾ പോലും അറിയാതെ ഒരു ഇൻറ്റിമസി, ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു റാപ്പ് ഇവരൊക്കെ ആയിട്ട് ഉണ്ടാവും. കാരണം അത്രയും വർഷമായിട്ട് ഇവരുടെ സിനിമകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ല. എനിക്ക് ലാസ്റ്റിങ് ഉണ്ടായിട്ടുള്ള ഇന്നസെൻ്റ് ഒരു സമയത്താണ് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ഇതേ അവസ്ഥ. പിന്നെ ധ്യാനെ കാണുന്ന സമയത്ത് ഭയങ്കര പ്രയാസം. വിനീത് ഓൾസോ. അപ്പോൾ ഇവരെ വീഡിയോസും ഇവരുടെ ഇമോഷൻസൊക്കെ കാണുമ്പോഴേ കൂടുതൽ പ്രയാസമാകുന്നു. സോ മലയാളികൾ ഉള്ളിടത്തോളം കാലം, ഭൂമിയിൽ മലയാളികൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ശ്രീനിവാസൻ എന്ന് പറയുന്ന ആളില്ലാതെ പൂർണ്ണതയില്ല. അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് മലയാളികളുമില്ല, മലയാളവും ഇല്ല.